ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. ഇന്നലെ വന്ന പ്രമോയിൽ നടന്ന വഴക്ക് അത് ഇന്ന് രാവിലെ തന്നെ ആ വീട്ടിൽ കഴിഞ്ഞിരിക്കുകയാണ്. സംഭവത്തിന്റെ കാരണം നെവിൻ തന്നെയാണ്. എത്ര കേട്ടാലും എത്ര കൊണ്ടാലും മതിയാവില്ല. എന്ന് വെച്ചാൽ എൻ്റെ വീടാണിത്, ആ ഒരു ധാർഷ്ട്യം. നിങ്ങളൊന്നും ഇവിടെ ആരുമല്ല, ഞാനിവിടുത്തെ ക്യാപ്റ്റനാണ്, ഞാനാണ് ഇവിടുത്തെ ഗെയിമർ. നീയൊക്കെ വേണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിന്നാൽ മതി. ആ ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ, ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രവർത്തികളിൽ കൂടി അത് വീണ്ടും അയാൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും നെവിൻ ആ വീട്ടിൽ തുടരുവാൻ യോഗ്യതയുള്ളവനല്ല. ഫിസിക്കൽ അസോൾട്ട് മാത്രമല്ല, അയാൾ ഓരോ മത്സരാർത്ഥിയോടും കാണിക്കുന്ന ധാർഷ്ട്യം. ബിഗ് ബോസിന്റെ ശാസന കേട്ടതിനു ശേഷവും ഇപ്പോഴും തന്നിഷ്ടപ്രകാരം തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കുവാനുള്ള ഭക്ഷണം കഴിഞ്ഞ രാത്രിയിൽ ഒറ്റയ്ക്കെടുത്തടിച്ചു. ഒരു പാക്കറ്റ് നിറച്ച് യോഗേർട്ട് ഉണ്ടായിരുന്നു, അത് അയാൾ കഴിച്ചു. അവിടുത്തെ രസം കൂടെ നിൽക്കുന്ന മറ്റ് രണ്ട് ക്യാപ്റ്റന്മാർ മണ്ണുണ്ണികൾ, അവന്മാർ പോലും അറിഞ്ഞില്ല. അവന്മാരുടെ പോലും അണ്ണാക്കിലടിച്ചുകൊണ്ട് അവരെ കളിപ്പിച്ചുകൊണ്ട് ഇവൻ ഒറ്റയ്ക്ക് അത് അടിച്ചു മാറ്റി. രാവിലെ നൂറ ചെന്ന് സാധനം പരിശോധിക്കുമ്പോൾ ഇല്ല. അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ ഫ്രിഡ്ജ് തുറന്ന് നൂറ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനം എടുത്തുകൊണ്ട് പോവുകയാണ്. അക്ബറും ആര്യനും കൂടി നൂറയെ തടയുന്നു. കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയിൽ കണ്ടിരുന്നല്ലോ. ഈ സംഭവങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അതിനുശേഷം വൻ പൊട്ടിത്തെറി, വലിയ കലാപം തന്നെയാണ് ആ വീട്ടിനകത്തുണ്ടായത്. ഒരു കൂസലും ഇല്ലാതെ ഞാനാണ് തിന്നത് എന്നും പറഞ്ഞുകൊണ്ട് നാണം കെട്ടവൻ നാണമില്ലാതെ അവിടെ നിൽക്കുന്ന ആ കാഴ്ച, ഇതിനെതിരെ സംസാരിക്കുവാനും അവിടെ ശബ്ദമുയർത്തുവാനും അക്ബറിനും ആര്യനും കഴിയുന്നില്ല. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. അക്ബറിനെ പല ആൾക്കാരും വെള്ള പൂശാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ ന്യായമാണ് പറയുന്നതെന്ന്, അയാൾ നല്ല രീതിയിൽ സംസാരിക്കുന്നയാളാണെന്ന്. അയാൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയും അയാൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയുമാണ്. അവരെന്ത് തെറ്റ് ചെയ്താലും അയാൾ ചിരിച്ചുകൊണ്ടിരിക്കും, അയാൾ തുറന്ന് കാണിക്കില്ല, അവരോട് സംസാരിക്കില്ല. അതേസമയം അയാൾക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് സൂക്ഷ്മദർശിനി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബഹളമുണ്ടാക്കാൻ. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്, പക്ഷെ അതവർ സംസാരിക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല. ഇതിനിടയ്ക്ക് ആര്യനും നെവിനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പ്രശ്നമല്ല, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ആര്യൻ ഒരല്പം നീരസമൊക്കെ പ്രകടിപ്പിച്ച് മിണ്ടാതെ നടക്കുന്നത് പോലൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം യുവമാരുടെ നാടകങ്ങളാണ്, യുവമാരുടെ അഭിനയങ്ങളാണ്, നേരത്തെ പ്ലാൻ ചെയ്തു വെക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ. കഴിഞ്ഞ ആഴ്ചയിൽ ഈ അണ്ണന്മാർ രണ്ടുപേരും കൂടിയാണ് അടുക്കളയിൽ കയറിയ അനുമോളെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിക്കുന്നത്. കടലമാവ് എടുത്ത് ദോശ ഉണ്ടാക്കി തിന്നു. അവസാനം അവർ പെട്ടു. ആ നെവിൻ എന്ന മാനസിക രോഗിയുടെ പീഡനം കണ്ടമാനം അവർ ഏറ്റുവാങ്ങിയത് മാത്രമല്ല, ഒടുവിൽ അവർ കുറ്റക്കാരിയായി മാറുകയും ചെയ്തു. ആ സമയത്ത് ആര്യനും അക്ബറും ഒക്കെ നേരെ തിരിഞ്ഞു കുത്തിയത് നമ്മൾ കണ്ടതാണ്. അന്നേരം എന്തായിരുന്നു പറഞ്ഞത്? ഇത് എല്ലാവർക്കും കൂടിയുള്ള ഭക്ഷണമാണ്, കോമൺ ആയിട്ടുള്ള ഭക്ഷണമാണ്, അത് അങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കിയ ആൾക്കാർ ഇത് തിന്നതിന് ശേഷമാണ് ഈ പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത്. അങ്ങനെ ബഹളമുണ്ടാക്കുകയും അതിന് കൂട്ടു നിൽക്കുകയും ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്ന ക്യാപ്റ്റൻ. എല്ലാവർക്കും കൂടിയുള്ള ഭക്ഷണം എടുത്ത് ഒറ്റയ്ക്ക് തിന്നപ്പോൾ, കട്ട് തിന്നപ്പോൾ അതിനെതിരെ കണ്ണടച്ച് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ പറ്റുക? അതുകൊണ്ട് നൂറ പൊട്ടിത്തെറിക്കുകയാണ്. നൂറ ബലാത്കാരമായിട്ട് സാധനം എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കഴിക്കേണ്ട ആ ഭക്ഷണം കട്ട് തിന്നിട്ടും അതിന്റെ നടുവിൽ ഒരു നാണവും ഇല്ലാതെ നിൽക്കാൻ ഇവൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ താന്തോന്നിത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഇവനെ പുറത്തൊരു കൂട്ടം ആൾക്കാർ വെള്ളപൂശാൻ വേണ്ടി നിൽപ്പുണ്ട്. അത് എന്തുമായിക്കോട്ടെ, പക്ഷേ ഈ വീടിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഈ കാണിച്ച തോന്നിയവാസത്തോടുള്ള പ്രതിഷേധമായിട്ടാണ് നൂറ ഫ്രിഡ്ജ് തുറന്ന് സാധനം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് പിടിച്ചു വാങ്ങാനും അവിടെ ബഹളമുണ്ടാക്കാനും അക്ബറും ആര്യനും കട്ടയ്ക്ക് നിൽക്കുകയാണ്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവരാ പണി ചെയ്യുമോ? ആരാണ് യോഗേർട്ട് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ തൊട്ട് പിൻപിൽ നിന്നുകൊണ്ട് ക്യാപ്റ്റൻ പറയുകയാണ്, ഞാനാ എടുത്തത്, ഞാനാണത് കഴിച്ചത്. നീ എന്തിനാണത് ചെയ്തതെന്ന് ചോദിക്കാതെ ആ കള്ളത്തരം കാണിച്ചവനെതിരെ ഒരു ശബ്ദവും ഉയർത്താതെ നൂറയെ തടയാൻ വേണ്ടി ചെന്നിരിക്കുകയാണ്. അപ്പോൾ നൂറ എടുക്കാൻ പാടില്ല, ക്യാപ്റ്റൻ എടുക്കാം. ഇതേ ചൊല്ലിയാണ് ആ വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ അപ്പുറം ബഹളമാണ് ഇന്ന് അവിടെ നടത്തിയത്. ഒടുവിൽ തന്തയ്ക്ക് വിളി വരെയായി. ഈ തന്തയ്ക്ക് വിളിച്ചത് എല്ലാവരും കേൾക്കെ പരസ്യമായിട്ടല്ല, പതിയെയാണ് വിളിച്ചത്. പക്ഷേ തൊട്ടടുത്ത് നിന്നുകൊണ്ട് അനീഷ് അത് കേട്ടു. അനീഷ് അത് പ്രശ്നമാക്കി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിളിയായി. അക്ബറാണ് തന്തയ്ക്ക് വിളിച്ചത്, അനുമോളെയാണ് വിളിച്ചത്. പക്ഷേ ഈ വിളിച്ചത് പതിയായിരുന്നു. ഇയാളാണ് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കെതിരെ സംസാരിക്കുന്നതിന് കടുത്ത നിലപാടെടുക്കുന്ന ആള്. പക്ഷേ ഇപ്പൊ ഇയാൾ വിളിച്ചത് മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ ആ രോഷം ഉള്ളിൽ അടക്കി വെച്ചുകൊണ്ട് പതിയെ സംസാരിച്ചതാണ്. പക്ഷേ സംഗതി പാളിപ്പോയി. അതിന്റെ പേരിൽ തിരികെ അനുമോൾ പ്രതികരിക്കുന്നു. അനുമോൾ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ രാവിലെ തന്നെ പ്രശ്നം പൊട്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ബദ്ധശത്രുതയിലാണ് ആൾക്കാരൊക്കെ കഴിയുന്നത്. ഒരു വീട്ടിനകത്ത് ഗെയിം കളിക്കാൻ വേണ്ടി കയറിപ്പോയ മനുഷ്യരാണ്. അവർക്ക് ഗെയിമിനോടുള്ള ബന്ധത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകളും വഴക്കുകളും ഒക്കെ ആവാം. അതൊക്കെ കഴിയുമ്പോൾ വീണ്ടും പഴയ രീതിയിലേക്ക് എല്ലാ ആൾക്കാരും മാറും.
പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇനി ജീവിതത്തിൽ ഒരിക്കലും പരസ്പരം കണ്ടാൽ മിണ്ടാൻ കഴിയാത്ത രീതിയിൽ, ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ബദ്ധശത്രുത, ബദ്ധവൈരികളായിട്ട് ഓരോ ആൾക്കാരും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയാണ്, ഇത്രയും ചീപ്പായിട്ടുള്ള മനുഷ്യർ, ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ളൊരു സീസൺ ഇതുവരെ നമ്മൾ കണ്ടിട്ടേ ഇല്ല.